ജാമ്യത്തിന് നീക്കം തുടങ്ങി പി.സി. ജോർജ്. കസ്റ്റഡി സമയം പൂർത്തിയാക്കി പോലീസ് കോടതിയിൽ ഹാജരാക്കിയാൽ ജാമ്യ ഹർജി നൽകാനാണ് നീക്കം. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, അടുത്ത നിയമ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. ജാമ്യ ഹർജിയിലേക്ക് തന്നെ ഉള്ള നീക്കമാണ് സജീവമാകുന്നത് എന്നാണോ വിവരങ്ങൾ? പറഞ്ഞ അത് വൈകുന്നേരം അങ്ങനെ ഉണ്ടാകും. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് 12:30 കേസ് പരിഗണിക്കും. തുടർന്ന് ഇദ്ദേഹത്തെ പോലീസ് ആവശ്യപ്പെടും. ആ ഹർജിന്മേലുള്ള ആ റിപ്പോർട്ടിന്മേലുള്ള വാദം നടക്കും. തുടർന്ന് ഏതാണ്ട് മണിക്കൂറുകളായിരിക്കും പോലീസ് പി.സി. ജോർജിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. ഇന്ന് രാത്രിക്ക് മുന്നോടിയായി തന്നെ പി.സി. ജോർജിനെ തിരിച്ച് ഹാജരാക്കും. പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ കൂടുതൽ നടപടിക്രമങ്ങളോ കേസന്വേഷണമോ ഒന്നും ബാക്കിയില്ല. പി.സി. ജോർജിന്റെ മൊഴി രേഖപ്പെടുത്തുക, ഒപ്പം തന്നെ പി.സി. ജോർജ് ഈ ചാനലിൽ പങ്കെടുത്തപ്പോൾ സംസാരിച്ച ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുക്കുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതോടുകൂടി ഇന്ന് രാത്രിക്ക് മുന്നേ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷയുള്ളത്. അങ്ങനെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ പി.സി. ജോർജിനെ ഹാജരാക്കും. ഹാജരാക്കിയാൽ പിന്നീട് ഉണ്ടാകുക ആ സമയം തന്നെ ജാമ്യ ഹർജി നൽകുകയും ചെയ്തു. അതായത് ആ സമയം സ്വാഭാവികമായിട്ട് ജാമ്യ ഹർജി പരിഗണിക്കും. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് പി.സി. ജോർജ് കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 14 വർഷത്തോളമായി ഓക്സിജൻ സപ്പോർട്ടിലാണ് താൻ രാത്രി ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ റിമാൻഡിൽ ജുഡീഷ്യൽ ഇതിൽ നിന്ന് റിമാൻഡിലേക്ക് വിട്ടുകഴിഞ്ഞാൽ, ജയിലിലേക്ക് വിട്ടുകഴിഞ്ഞാൽ തനിക്ക് അവിടെയും ഓക്സിജൻ സപ്പോർട്ട് രാത്രി കിടക്കുന്നതിന് വേണ്ടിയുള്ള സൌകര്യം വേണം. 75 വയസ്സ് പൂർത്തിയായി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. ഇതിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം പി.സി. ജോർജിന്റെ പക്കലുണ്ട്. ഇത് അഭിഭാഷകർ കോടതിയിൽ ഹാജരാക്കും. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതി രാത്രിയോടെ ഒരു തീരുമാനമെടുക്കുക. ഒരുപക്ഷെ പി.സി. ജോർജിന് റിമാൻഡിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതി വിധിയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ റിമാൻഡ് ചെയ്തേക്കാം. പക്ഷേ സമാനമായി അങ്ങനെയെങ്കിൽ പാലാ കോടതിയിലാണ് വിടുന്നതെങ്കിൽ അവിടെ അത്തരം സൌകര്യങ്ങൾ ഒരുക്കേണ്ടി വരും. കാരണം ഈ പോലീസ് ഈ ഡോക്ടർമാരുടെ റെക്കോർഡ് പരിശോധിച്ച ശേഷം ഇത്രയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് അത്തരം സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ഇനി അതല്ല, പോലീസിന്റെ നടപടി പൂർത്തിയായി കഴിഞ്ഞു, ഇനി അന്വേഷണം ഇതിൽ പ്രത്യേകം നടത്തേണ്ടതില്ല എന്നാണെങ്കിൽ പി.സി. ജോർജിന് ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഈ പല സാധ്യതകൾ അവിടെ നിലനിൽക്കുകയാണ്. എന്തായാലും ഈ അല്പസമയം കൂടി കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഈരാറ്റുപേട്ട APP ഇല്ല, പകരം കാഞ്ഞിരപ്പള്ളി APP അല്പസമയത്തിനുള്ളിൽ ഓൺലൈൻ വഴി കോടതിയിൽ ഹാജരാക്കും 12:30. ആ വാദം തുടങ്ങിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. എന്തായാലും ഇത് പരിഗണിച്ച ഉടൻ തന്നെ അദ്ദേഹത്തിന് ആദ്യം ആരോഗ്യ പരിശോധന നടത്തും. തൊട്ട എതിർവശത്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉള്ളത്. അവിടെ ആരോഗ്യ പരിശോധന നടത്തും. തുടർന്നായിരിക്കും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മൊഴിയെടുപ്പും തുടർ നടപടികളും ഉണ്ടാകുക. അപർണ.